ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വലിയ ശ്രേഷ്ഠരാണ്. ഇവിടെ വചനം പറയുന്നത് കേട്ടാ, എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അവമാനിച്ചിരിക്കുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നത് സമ്പന്നരല്ലേ, നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിരിച്ചു കൊണ്ടുപോകുന്നത് അവരല്ലേ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധന്യമായ ആ നാമത്തെ ദുഷിക്കുന്നത് അവരല്ലേ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു, നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു. ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തുകയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മൾ നോർമലി നോക്കി കഴിഞ്ഞാൽ ദേവാലയത്തിൽ പോകുന്നവരായിരിക്കാം, മാംസം സ്വീകരിച്ചവരായിരിക്കാം, ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നവരായിരിക്കാം, എല്ലാ രീതിയിലും പുറമെ കാണുമ്പോൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായിരിക്കാം. പക്ഷേ പാവപ്പെട്ടവരെ അവർ മാനിക്കുന്നില്ലെങ്കിൽ, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നില്ലെങ്കിൽ, ഇവിടെ പറയാം ഒരു നിയമം ലംഘിച്ചാല് എന്ത് സംഭവിക്കുന്നത്? എല്ലാ നിയമവും ലംഘിച്ചത് ഇല്ല. പാവപ്പെട്ടവനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും. ഇനി ആരെങ്കിലും പാവപ്പെട്ടവരെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അവന് ക്രിസ്തീയ ജീവിതമല്ല. കാരണം സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ പാവപ്പെട്ടവരോട് ജീവിച്ചു. പാവപ്പെട്ടവനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചതും മരിച്ചതും. അതുകൊണ്ട് കർത്താവ് ചെയ്ത അതേ കാര്യങ്ങൾ കർത്താവിന്റെ ശിഷ്യർ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ശിഷ്യരല്ല, യഥാർത്ഥത്തിൽ ശിഷ്യരല്ല. നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങളെ ആട്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു നേരത്തെ ഭക്ഷണത്തിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തരാതെ നിങ്ങൾ ആട്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അവൻ ക്രിസ്ത്യാനിയല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് മരുന്നിന് പൈസ ഇല്ലാതെ, മരുന്ന് വാങ്ങിക്കാൻ കഴിയാതെ നിങ്ങൾ സങ്കടപ്പെട്ട് ഒരാളുടെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട് സഹായിക്കാൻ സാധിച്ചിട്ടും സഹായിക്കാതിരിക്കുന്നെങ്കിൽ അവൻ ക്രിസ്ത്യാനിയല്ല, ക്രിസ്തുവിന്റെ അനുയായിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കാൻ സാധിക്കുക? കാണപ്പെടുന്ന സഹോദരനിലൂടെ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. കാണപ്പെടുന്ന സഹോദരനെ മാറ്റി നിർത്തിയിട്ട് കാണപ്പെടുന്ന ദൈവത്തെ, കാണപ്പെടാത്ത ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വലിയ നുണയാണ്. അങ്ങനെ സാധിക്കില്ല, ഒരിക്കലും അങ്ങനെ സാധിക്കില്ല. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ അത് ക്രിസ്ത്യ ജീവിതമല്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സാധിക്കുമായിരുന്നെങ്കിലല്ല, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല, വലിയ നുണയാണ് അവർ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം കത്തോലിക്ക സഭ ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ മുൻപോട്ട് പോകാനായിട്ട്. ഈ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഇടപെടണം. അതായത് ഇപ്പൊ സംഭവിക്കുന്നത് ഇടപെടുന്നില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയല്ല. ക്രിസ്തു ഇടപെട്ടിരുന്നു. ക്രിസ്തു പാവപ്പെട്ടവർക്ക് വേണ്ടി വാദിച്ചവരാണ്. അതായത് ദേവാലയങ്ങളിലും പൈസയുടെ ഇടയിലും പുരോഹിത പ്രമുഖന്മാരിലും പാവപ്പെട്ടവന് വേണ്ടി നിലകൊണ്ടവരാണ് കർത്താവ്. നിലകൊള്ളണം, നിലപാടുകൾ എടുക്കണം, ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ പാവപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കണം, ഇടപെടണം. ഇടപെടാതെ മാറുന്നില്ല. പിശാച് വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട്, കർത്താവേ നീ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അത് പിശാചാണ്. പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? കർത്താവ് എപ്പോഴും ഇടപെടാൻ റെഡിയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ റെഡിയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? എന്നെ തന്നെ വിട്ടുകൊടുക്കണം. പാവപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കൊടുക്കാനും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വാദിക്കണം. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കണം. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ സഹോദരനെ, പാവപ്പെട്ടവരെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അതായത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും, 25-ാം അധ്യായത്തില്. അതായത് എന്താ കാണുന്നത്? അന്ത്യവിധി. അന്ത്യവിധിയിൽ ഈശ്വരൻ ചോദിക്കുന്നുള്ളൂ, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു കുടിക്കാൻ തന്നു. അപ്പൊ ഈ പാവപ്പെട്ടവരിൽ ഒരുവിന് ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോഴും, പാവപ്പെട്ടവരിൽ ഒരുവിന് ദാഹിക്കുന്നതായി കണ്ട് ജലം കൊടുക്കുമ്പോഴും കർത്താവ് പറയുന്നത് എനിക്ക് തന്നെ. ഈ ചെയ്യാതിരുന്നപ്പോൾ പാവപ്പെട്ടവനെ കണ്ട് അവൻ നഗ്നനായിരുന്ന്
പോലും അവനെ കണ്ടിട്ട് അവനൊരു വസ്ത്രമായി കൊടുക്കാതെ ഞാൻ കടന്നു പോയി കഴിഞ്ഞാൽ ക്രിസ്തുവിനെ വീണ്ടും നഗ്നനാക്കി അപമാനിക്കുന്നതിന് തുല്യാണ്. വസ്ത്രം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അതിൽ പറയുന്നുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഈ കാരണം കൊണ്ടാണ് നിത്യ നരകാക്കിലേക്ക് പോകുന്നത്. അപ്പൊ നിത്യ നരകാക്കിലേക്ക് ഒരാൾ പോകുന്നത് പാവപ്പെട്ടവനെ ഉടുപ്പിക്കാത്തത് കൊണ്ടും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടും ദാഹിക്കുന്നവൻ ജലം കൊടുക്കാത്തത് കൊണ്ടാണ്. ഒരുവൻ സ്വർഗത്തിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്നറിയോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തത് കൊണ്ടും ദാഹിക്കുന്നവന് ജലം കൊടുത്തത് കൊണ്ടും നഗ്നനെ ഉടുപ്പിച്ചത് കൊണ്ടാണ്. അത്രയും ശ്രേഷ്ഠമായ കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുന്നത് ഇവിടെയുള്ള കുറച്ച് പേര് ചെയ്യുന്നതല്ല, ഈ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ കുറച്ച് പേര് ആഗ്രഹിച്ച് വന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് ആയിരിക്കുന്നറിയോ? ഈ ക്രിസ്തുവിനെ, ഈ ദൈവം, ഈ ക്രിസ്തു ദൈവമാണെന്നാണ് പറയുന്നത്. ദൈവമാണെങ്കിൽ എങ്ങനെയായിരിക്കണം? ഇങ്ങനെ ആയിരിക്കില്ലേ? അല്ലേ? ദൈവമാണെങ്കിൽ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നവനായിരിക്കണം. നമ്മുടെ ഈശോ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ചു, നമ്മെ ചങ്കോടി ചേർത്ത് പിടിച്ചവനാണ് ഈശോ. നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നവനാണ്. വഴിക്കവലകളിൽ ഭൃത്യന്മാരെ അയച്ച്, ആരാണ് ഭൃത്യന്മാര്? ദൈവ ശുശ്രൂഷകര്. ദൈവ ശുശ്രൂഷകരായ ഭൃത്യന്മാരെ വഴിക്കവലകളിലേക്ക് അയച്ച് നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് രാജാതിരാജാവായ ഈശോ. അപ്പൊ ആരാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്? ആരാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്? ഈശോ സ്നേഹിക്കുന്നു. അത്രമാത്രം ഈശോ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈശോ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? അതായത് ഒരു വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് യാക്കോബ് പറയുന്നത്. രണ്ടു തരം രീതിയിൽ സംസാരിക്കുന്നത്. ഒരാളെ നോക്കിയിട്ട് അവൻ ദരിദ്രനായതുകൊണ്ട് അവനെ അവഗണിക്കാൻ പാടില്ല. അവനെ എന്ത് ചെയ്യണം? ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കും. അതാണ് ക്രിസ്തീയത. ക്രിസ്തുവിന്റെ സ്വഭാവം അതായിരുന്നു. ഈ സ്വഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുകയും ചെയ്യും. വലിയ സ്നേഹത്തിൽ ക്രിസ്തുവിൽ നിന്ന് സ്നേഹം സ്വീകരിച്ച് ഈ സ്നേഹം കൊടുത്തുകൊണ്ട് കൂടെയുള്ളവരോട് ബഹുമാനത്തോടെ സംസാരിക്കാനും പെരുമാറാനെല്ലാം നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയാണ് കർത്താവ് നിങ്ങളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. പഴയ ജീവിത ശൈലി നമുക്ക് മാറ്റിയെടുക്കും. പുതിയ ഒരു ജീവിത ശൈലി. ആരുടെ ജീവിത ശൈലി? അത് ക്രിസ്തുവിന്റെ ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകും. ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിക്കുന്നു. മറ്റൊരു ക്രിസ്തുവായി നമ്മൾ രൂപാന്തരപ്പെടുന്നു. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടാൻ. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹം, സമാധാനത്തിൽ വർദ്ധിക്കുന്ന ഒരു സ്നേഹം, പരസ്പര സ്നേഹവും ഐക്യവും കൂട്ടായ്മയും നമുക്കുണ്ടാവണം. കലഹമല്ല നമുക്കുണ്ടാവേണ്ടത്, തർക്കങ്ങളല്ല നമുക്കുണ്ടാവേണ്ടത്. അതുപോലെ അഹങ്കാരം വെടിക്കണം. എന്താ? എളിമയുടെ മനോഭാവത്തിലേക്ക് ഇറങ്ങി വരണം. ക്രിസ്തു എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മുടെ ബഹുമാനപ്പെട്ട കുറ്റികളെ കാണിച്ചു തന്ന ചില കാര്യങ്ങളാണ് ഇവിടെയുള്ള ശുശ്രൂഷകൾ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന ആളാണ് നമ്മൾ കുറ്റികളെ ഈ ആകാശപറവുകളുടെ സ്ഥാപകർ. അപ്പൊ നമ്മളെല്ലാവർക്കും വലിയ മാതൃക കാണിച്ചു തന്നിട്ടാണ് കുറ്റികളച്ച് നമ്മൾ ഇന്ന് വേർപെട്ട് പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറ്റികളച്ചിലൂടെ ഈശോ തന്ന ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കണം. നമ്മള് ശുശ്രൂഷകരായിട്ട് മാറണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരില് പലരും ധ്യാനം കൂടിയിട്ടുള്ളവരാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആരെയും മാറണം? ശുശ്രൂഷകരായിട്ട് മാറണം. കർത്താവ് പറഞ്ഞു, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അപ്പൊ എന്നെ ശുശ്രൂഷിക്കാന്ന് പറഞ്ഞാൽ ആരും ശുശ്രൂഷിക്കണം. ആരും ശുശ്രൂഷിക്കുമ്പോഴാണ് എന്നെ ശുശ്രൂഷിക്കുക. ആരും ശുശ്രൂഷിക്കുമ്പോഴാണ് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുമ്പോ ആരാണ് ശുശ്രൂഷിക്കുന്നത്? നമ്മള് ഈശോയെ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നവനെ ആര് ബഹുമാനിക്കുന്നത്? പറയുന്നേ പിതാവ് ബഹുമാനിക്കും. അതാണ് ഈശോ പറയുന്നത്, എന്നെ ശുശ്രൂഷിക്കുന്നവനെ എന്റെ പിതാവ് ബഹുമാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മക്കളുണ്ടായിരുന്നു. അവരുടെ വസ്ത്രം കഴുകി കൊടുക്കുമ്പോഴും അവരെ കുളിപ്പിക്കുമ്പോഴും അവര് ഉപയോഗിച്ച ബാത്റൂം കഴുകുമ്പോഴെല്ലാം നമ്മൾ ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ പിതാവ് എന്ത് ചെയ്യും? നിന്നെ ബഹുമാനിക്കും. പിതാവിന് ബഹുമാനം വേണം. പിതാവായ ദൈവത്തിന്റെ ബഹുമാനം വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കണം. കർത്താവിനെ എങ്ങനെ ശുശ്രൂഷിക്കാം? കാണപ്പെടുന്ന സഹോദരനിൽ ഈശോയെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണപ്പെടുന്ന സഹോദരനെ ശുശ്രൂഷിക്കാതെ ഈശോയെ നമുക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കില്ല. നമുക്ക് കാണാൻ പറ്റുന്ന ഓരോ കാര്യം, അതായത് നമ്മൾ ഇന്നലെ വായിച്ച വചനഭാഗത്തിന്റെ ലൂക്കായുടെ, മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചേ, ലൂക്കായുടെ സുവിശേഷത്തിൽ അതിന്റെ തന്നെ ഒരു കാര്യം കൂടി കൊടുക്കുന്നുണ്ട്. ഞാനത് ആ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ എടുക്കുന്ന ഒരു ഭാഗം വായിക്കാം. ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടാകും. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കർത്താവ് നമ്മെ എന്തുമാത്രം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. കേട്ടാ, കർത്താവ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ബന്ധുക്കൾക്ക് നമ്മളെ വേണ്ട, ഇനി അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് വേണ്ട, മാതാപിതാക്കൾക്ക് വേണ്ട എന്നൊക്കെയാണ് നമ്മുടെ സങ്കടം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് എല്ലാവർക്കും വേണ്ടാതെ ആയി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആരുടെയും മാറാൻ പോകുന്നറിയും, കർത്താവിൻ്റെതായിട്ട് മാറാൻ പോവുകയും. അതായത് നമ്മൾ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ധ്യാനം കഴിയുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ അച്ഛൻ നമുക്ക് പ്രസംഗത്തിലൂടെ അച്ഛനൊരു കാര്യം നോക്കും, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആരും വിട്ടുകൊടുക്കണം, ദൈവത്തിന് വിട്ടുകൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ, അതിന്റെ സ്വഭാവ രീതികൾ കൊണ്ടുണ്ടായ നഷ്ടങ്ങൾ, ഇനി വീട് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ വീടിനെ പുനരുദ്ധരിക്കാൻ സാധിക്കുമെങ്കിൽ പുനരുദ്ധരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഏത് കാര്യമായാലും അതിനെ സ്വീകരിക്കുക, ദൈവകാര്യങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടും നമുക്ക് ഈ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ദൈവവിശേഷം ഇരുന്നു, നിങ്ങൾക്ക് ഈ ദൈവത്തെ കാണാൻ പറ്റും. ബസ് സ്റ്റാൻഡിൽ ഇരുന്നാലും ഈ ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ദൈവത്തെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് മാറ്റാൻ പറ്റുന്ന ജീവിതത്തെ നമ്മൾ മാറ്റാൻ പരിശ്രമിക്കുക, നല്ല രീതിയിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ല, ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുക. ദൈവകരങ്ങളിൽ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തോട് ചേർന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അപ്പൊ ഇതിന് വിവാഹബന്ധത്തിന്റെ ഉപമ തന്നെയാണ് ഈ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നതും വിവാഹബന്ധത്തിന്റെ ഒരു ഉപമയാണ്. നമ്മുടെ ജീവിതവുമായി അത്ര അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. കാരണം എന്നെ ഒത്തിരിയേറെ സ്പർശിച്ച ഈ ദിവസങ്ങളിലെല്ലാം എന്നെ വളരെയധികം സ്പർശിച്ച വചനഭാഗമായതുകൊണ്ടാണ് വീണ്ടും നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മെ ദൈവം എന്തുമാത്രം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവര് നമ്മൾ പറഞ്ഞില്ലേ, ഒത്തിരിയേറെ പേരൊക്കെ ഉണ്ട്, പക്ഷെ അവർക്കൊന്നും ഈ ഭാഗ്യം കിട്ടുന്നില്ല. നമ്മൾ ഈ വചനം വായിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നില്ല, വിരുന്ന് ആസ്വദിക്കുന്നില്ല എന്ന് പറയുന്നത്. വചനത്തിൽ അറിയില്ല, നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം. അവനോടുകൂടെ ഭക്ഷണത്തിന്റെ നിലയിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ ഇത് നമ്മള് മത്തായിയുടെ സുവിശേഷത്തിൽ കേട്ടു. അപ്പൊ ഇവിടെ വന്നപ്പോ കണ്ട ആ വിരുന്ന് എന്തിനെ കുറിച്ച് പറയുന്നത്? ദൈവരാജ്യത്തെ കുറിച്ച് പറയും. അതെന്ത് പറയും? ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ യേശു അവനോട് പറഞ്ഞു. അപ്പോഴാണ് ഈശ്വരൻ അവനോട് പറയാൻ ഒരു കാര്യം. എന്താ പറയുന്നത്? ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി, വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവീൻ, എല്ലാം തയ്യാറായിരിക്കുന്നു,
എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ കുഴി കഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാൻ ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ച് നോക്കുവാൻ പോകും, എനിക്ക് ഒഴിവ് തരണം എന്ന് അപേക്ഷിക്കും. മൂന്നാമതൊരുവൻ പറഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനെ വിവരം ധരിപ്പിച്ചു. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രനെയും വികലാംഗനെയും കുരുടനെയും മുടന്തനെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനെ, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എന്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എന്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാണ് ക്ഷണിക്കപ്പെട്ടത്? കർത്താവിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരാരാ? ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ എന്നെ പോലെ നടക്കുന്നില്ലേ? അവരൊക്കെ തന്നെ ആവശ്യം സ്വീകരിച്ച് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞവരാണ് ക്രിസ്ത്യാനികൾ. അതായത് എല്ലാ കൺവെൻഷനുകൾക്ക് മാറി മാറി ഓടി ഓടി നടക്കുന്നില്ലേ? ഓരോ കൺവെൻഷനിൽ വരുമ്പോൾ മാറി മാറി ഓടി ഓടി നടക്കും. അല്ലെങ്കിൽ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് ഇങ്ങനെ ഓടി ഓടി അവർ നടന്നുകൊണ്ടിരിക്കും. അവരെ കുറിച്ച് പറയും ക്ഷണിക്കപ്പെട്ടവര്. ഇവര് ഈശോ പറയും, ഇവരാരും എന്റെ വിരുന്ന് ആസ്വദിക്കില്ല. പിന്നെ ആരാണ് വിരുന്ന് ആസ്വദിക്കാൻ പോകുന്നത്? ആരാ വന്നത്? വിരുന്നിലാരാ വന്നേ? ഇവിടെ എന്ത് പറഞ്ഞേ? ഊടുവഴികളിൽ ചെന്ന്, നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിൽ ചെന്ന് ദരിദ്രനെയും വികലാംഗനെയും കുരുടനെയും മുടന്തനെയും കൊണ്ടുവരിക. അനന്തരം ദാസൻ പറഞ്ഞു, യജമാനൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴികളിലും ഇടവഴികളിൽ ചെന്ന് എന്റെ വീട് നിറയുമ്പോഴും ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് വിശുദ്ധ മദർ തെരേസയിലൂടെ ഇതുപോലെ അനേകർ ഈ വിരുന്നിന് വന്നു, ദൈവരാജ്യം നടന്നു. അതുപോലെ കുട്ടികളച്ചിലൂടെ, അതുപോലെ ഒരുപാട് വിശുദ്ധരിലൂടെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ക്ഷണിക്കപ്പെട്ടവര് എന്ത് സംഭവിക്കുന്നേ? അവര് ആഘോഷങ്ങളിലും ആഡംബരങ്ങളിലും പെട്ട് ജീവിക്കുക. ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്നവര് എന്ത് സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ? അവര് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുക. എങ്ങനെ ആഘോഷിക്കുന്നത് അറിയുന്നു? ഞാൻ ഈ അടുത്ത ദിവസം ഒരു പള്ളിയിൽ പെരുന്നാളുണ്ടായിരുന്നു. അപ്പോ അമ്പ് ഒരു സ്കൂളിലേക്ക് കൊണ്ടുചെന്നു. സെബസ്ത്യാനോസിന്റെ അമ്പ് സാധാരണ നമ്മുടെ വീടുകളിലേക്കും അല്ലെങ്കിൽ ഇപ്പൊ ടൗണിലേക്ക് കൊണ്ടുവരുന്നത് ഈ അമ്പ് വെച്ച് വിശുദ്ധ സെബസ്ത്യാനോസിനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് സെബസ്ത്യാനോസിനോട് പ്രാർത്ഥിക്കുന്നത് ആ നാടിനെ പകർച്ചവ്യാധികളിൽ നിന്ന് മോചിപ്പിക്കുക. ആ ദേശം ഒരു പെരുന്നാൾ നടക്കുമ്പോ അതിന്റെ ഇടവകയ്ക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പണ്ട് ഇപ്പത്തെ ലക്ഷ്യം മാറിപ്പോയി. പണ്ട് ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയാം ലക്ഷ്യം? ആ ദേശം അനുഗ്രഹിക്കപ്പെടുന്നു. അത് ജാതി മത ഭേദമന്യേ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു. അതായത് ക്രിസ്ത്യാനികൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയല്ല. ആ ദേശം മുഴുവനും പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങള് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി രക്ഷയിലേക്ക് കടന്നു വരുന്നു. അപ്പൊ ഒരു അമ്പ് നമ്മള് പ്രദർശനമായിട്ട് വഴിയിലൂടെ കൊണ്ടുവരുന്നു. അന്ന് ഭക്തി ഗാനമേളകൾ അല്ലെങ്കിൽ ഭക്തി ബാൻഡ് സെറ്റ് തന്നെ ഭക്തിയുടെ ബാൻഡ് സെറ്റ് ആണ്. ഭക്തി ഗാനങ്ങളാണ് പാടുന്നത്. പിന്നെ നമ്മൾ സെബസ്ത്യാനോസിനോട് പ്രാർത്ഥിക്കും, മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കും. സെബസ്ത്യാനോസിനെ കൊല്ലാൻ ഉപയോഗിച്ച അമ്പ് വെച്ച് നമ്മള് നമ്മുടെ കുടുംബത്തിനും ഇടവയ്ക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നിപ്പോ കണ്ടൊരു കാര്യം എന്താണെന്ന് അറിയും? ഒരു സ്കൂളിലേക്ക് അമ്പ് കൊണ്ടുവന്നു. അമ്പ് കൊണ്ട് സ്കൂളിലേക്ക് വന്നു. ഇന്ന് ഒരുപാട് ബാൻഡ് സെറ്റുകാരുണ്ടല്ലോ, ഭയങ്കര ബാൻഡ് സെറ്റുകാരുണ്ട്. അപ്പോ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ബാൻഡ് സെറ്റിൽ കൊണ്ടുവരുന്നത്. മത്സരിച്ചിട്ടാണ് നമ്മുടെ ഇടവ പള്ളികളിലൊക്കെ ബാൻഡ് സെറ്റ് കൊണ്ടുവരുന്നത്.
ഈ സ്കൂളിലേക്ക് ബിസിനസ് സെബസ്റ്റിനോസിന്റെ ഒരു രൂപവും സെബസ്റ്റിനോസിന്റെ അമ്പും കൊണ്ടുവന്ന് എന്ന് പറയുന്ന അകത്തളത്തിൽ കൊണ്ടു വെച്ചു. അത് കഴിഞ്ഞിട്ട് വലിയ ബാൻഡ് സെറ്റ്, വലിയ സിനിമ പാട്ട് പാട്ടിൽ ഡാൻസ് ചെയ്യാൻ, എന്നിട്ട് ആ ബാൻഡ് സെറ്റിൽ വലിയ സിനിമ പാട്ടുകൾ വെച്ചു. എന്നിട്ട് ആമ്പിളേരും പെൺകുട്ടികളും കൂടി തുള്ളിച്ചായി. സെബസ്റ്റിനോസിനെ അപമാനിക്കുന്നതിന് ഇന്നൊരു പരിധിയില്ല. അതേപോലെ കേരളക്കാരെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് എന്താ പറയില്ലേ, ദൈവം നിന്ദയാണ് നടക്കുന്നത്. സെബസ്റ്റിനോസിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ദൈവം ദൈവത്തെ നിന്ദിക്കുക ഈ സംഭവം നടക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല? അത് എനിക്ക് മാത്രമുള്ള തോന്നലാണ്. തോന്നിയായിരുന്നു അല്ലേ? കൊച്ചു പിള്ളേരും പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാം പോയി. അപ്പൊ പാവപ്പെട്ട നിങ്ങൾ പടം പിടിക്കാൻ പോകുമ്പോ നിങ്ങൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പടം പിടിക്കാൻ പോകുന്നു അല്ലേ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അത് പൈസക്ക് വേണ്ടി നിങ്ങൾ പടം പിടിക്കാനായിട്ട് വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ അമ്പ് കൊണ്ട് പോകുമ്പോ അമ്പിന് പടം പിടിച്ച് നിങ്ങൾ കൂടാതെ. പക്ഷെ ക്രിസ്ത്യാനികളായിട്ടുള്ള സിനിമയുടെ അല്ലെ, ക്രിസ്ത്യാനികളായിട്ടുള്ളവര് സിനിമ പാട്ട് വെച്ചിട്ട് തുള്ളിച്ചാണ്. യൂണിഫോം ഇട്ട കുറെ ആമ്പിള്ളേരും പെൺപിള്ളേരും ഇന്ന് അമ്പ് കൊണ്ട് പോകുമ്പോ ഗ്രൂപ്പായിട്ട് ഫാമിലി ആയിട്ട് തന്നെ യൂണിഫോം വന്നിട്ടാണ് സിനിമ പാട്ട് വെച്ചിട്ട് തുള്ളിച്ചാടുന്നത്. ഇത് ദൈവത്തെ എന്താ പറയുന്നത്, മാനിക്കുകയാണോ അത് ദൈവത്തെ അവമാനിക്കുകയാണോ? എന്തിനാണ് ഇത് ചെയ്യുന്നത്? കേരളക്കരയിലെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുറച്ചുകൂടി നാളെ മുന്നോട്ട് പോയാല് കേരളത്തിലെ വിശ്വാസികൾക്കും ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ ഇടവകളിലൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവര് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുത്ത് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായും പറയാം, 4-5 വർഷത്തിനുള്ളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇപ്പൊ തന്നെ വിശ്വാസമില്ല. ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അപമാനിക്കും. ഈ പിള്ളേര്, അത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഈ കുട്ടികളെ കൊണ്ട് ഈ എന്താ പറയുക സെബസ്റ്റിനോസിനെ അമ്മ കൊണ്ടുവച്ച് തുള്ളി ചാടിക്കുന്നതിന് വേണ്ടിയാണ്. അന്നേരം ആ പിള്ളേരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കല്ലേ വേണ്ടത്. സെബസ്റ്റിനോസിന്റെ അമ്മ കൊണ്ടുവച്ചിട്ട് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി? ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ ദേശത്ത് പകർച്ചവ്യാധികൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇതല്ലേ ചെയ്യേണ്ടത്? ഇത് സിനിമ പാട്ട് വെച്ച് തുള്ളിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ദൈവത്തെ ധിക്കരിക്കുകയും ദൈവത്തെ അവമാനിക്കുകയല്ലേ ചെയ്യുന്നത്. അതിലൂടെ ആ ദേശത്തിന് നാശമാണ് വരാൻ പോകുന്നത്. നാശമില്ല, ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം. കൊട പിടിക്കാൻ പോകുന്നത് നിങ്ങളെങ്കിലും പ്രാർത്ഥിച്ചോ ദൈവത്തോട്. കേട്ടോ? നിങ്ങളെങ്കിലും പ്രാർത്ഥിക്കണം. കർത്താവിനെ അറിയാത്ത നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ പേരിൽ ജീവിക്കുന്ന ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങൾ എന്നെ പോലുള്ളവർ ചെയ്യുന്നത് കർത്താവ് ക്ഷമിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാലും ഞങ്ങളിലൂടെ നിങ്ങളിലേക്ക് രക്ഷ കൈവരുള്ളൂ. ക്രിസ്തുവിന്റെ രക്ഷ കൈവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് മത്തായി സുവിശേഷത്തിൽ പറയുന്ന കർത്താവ് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. എന്തെങ്കിലും പറയുന്നത്, അതായത് ശരിക്കപ്പെട്ടവരെല്ലാവരും ഇതുപോലെ ഒഴിവരുമെന്ന് പോയില്ലോ. അത് നേരത്തെ പറഞ്ഞ എല്ലാവരും എല്ലാത്തിനും വരുന്നുണ്ട്. പക്ഷെ ദൈവ ആരാധനയ്ക്കും ശുശ്രൂഷകൾക്കും ദൈവത്തെ ശുശ്രൂഷിക്കാനൊന്നും ആർക്കും സമയമില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ഓടി ചെല്ലുന്നു, പോകുന്നു. അതിന് തിരക്കാണ്. അതും ഒരു തിരക്കായിട്ട് തന്നെയാണ് അവർ പോകുന്നത്. നമ്മൾ ആരും വിധിക്കുന്നൊന്നുമില്ല, പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതായത് ഇവിടെ പറയുന്നേട്ടാ, അതായത് വിവാഹത്തിന് മുമ്പേല് മത്തായി സുവിശേഷത്തിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്ന എന്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു, വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുന്നു. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്ക് വേറൊരു വ്യാപാരത്തിന് പോയി കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവനെ അവമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകം നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാണ്. ക്രിസ്ത്യാനികളുടെ നഗരം അഗ്നിക്കിരയെന്ന് പറയുന്നത് സൈന്യത്തെ അയച്ച ദൈവത്തിന്റെ മാലാഖമാരാകുന്ന സൈന്യത്തെ ഈ നഗരങ്ങളിലേക്ക് അയച്ച് ഇത് നശിപ്പിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കണം. കാരണം ക്ഷണിക്കപ്പെട്ടവർക്ക് ആർക്കും
ഈശോ പറയാം, ക്ഷണിക്കപ്പെട്ടവരാരും അതിന്റെ വിരുന്ന് ആസ്വദിക്കുന്നില്ല. അത്രയധികം തിന്മയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടവക ദേവാലയങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പുറത്തെന്തൊക്കെ സംഭവിക്കും? അപ്പൊ അതുകൊണ്ട് കർത്താവോട് പറയുന്നത് സൈന്യത്തെ അയക്കുന്നു പറഞ്ഞു. എന്തിനാണ് സൈന്യത്തെ അയക്കുന്നത്? ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല. എല്ലാവരും അവരവരുടെ ജീവിത വ്യഗ്രത കൊണ്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ തിരക്കുകൾ കൊണ്ട് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നഷ്ടപ്പെടുന്നത് നിത്യവിരുന്നാണ്, സ്വർഗരാജ്യമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. പല തിരക്കുകളുണ്ട് നമുക്ക്. പക്ഷെ ഇവിടെ പറയുന്നത് എന്തറിയും? ആ നഗരത്തെ ദൈവത്തിന്റെ സൈന്യത്തെ അയക്കാൻ പറയുന്നത്. ഇന്ന് ഓരോ ദേവാലയങ്ങളിലും തിരുനാളുകൾ കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ക്ഷമ ചോദിച്ചു കൊടുക്കും. കർത്താവേ, എന്തൊരു മാതൃക അല്ലെ? നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ ഇത് നല്ലൊരു മാതൃകയല്ലാന്ന്? അല്ലെ, നിങ്ങൾ കുട പിടിക്കാൻ പോയപ്പോ നിങ്ങൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കുട പിടിക്കാൻ പോയ നിങ്ങൾക്ക്, ക്രിസ്ത്യാനികളല്ലാത്ത നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് എന്താണ് ഇങ്ങനെ? അതിശയാണ്. എല്ലാ സിനിമ പാട്ടും തുള്ളിച്ചാട്ടം എല്ലാവരും അടക്കം. അപ്പൊ കുട പിടിക്കാൻ പോയ നിങ്ങൾക്ക് ഇത്രമാത്രം അസ്വസ്ഥ ഉണ്ടായി. പക്ഷെ തുള്ളിച്ചാടുന്നവർക്കും എന്നെ പോലെയുള്ള ക്രിസ്ത്യാനികൾക്കും വലിയ പ്രശ്നം തോന്നില്ലേ? അതാണ് പ്രശ്നം. നിങ്ങൾക്ക് ക്രിസ്തുവിന് തരേണ്ടവരാണ്. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന് പകർന്നു തരേണ്ടവരാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ദുർമാതൃകയാണ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. കാരണം ക്രിസ്തുവിനെ കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല വലിയ ദുർമാതൃക. പക്ഷെ ഞാനൊരു ദേവാലയത്തിൽ പോയി കഴിഞ്ഞപ്പോ ഈ ദിവസങ്ങളിൽ തന്നെ തൃശ്ശൂരുള്ള ഒരു ദേവാലയത്തിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം വികാരിച്ചൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് തിരുനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വികാരിച്ച് പറഞ്ഞ കാര്യമാണ്. അതായത് തിരുനാള്, വിശുദ്ധന്റെ തിരുനാള് വളരെ ഭക്തിപൂർവ്വം മനോഹരമായി നമുക്ക് കൊണ്ടാടുന്നു. റെയിൽ സെറ്റിന് മുന്നിൽ നിന്നുള്ള തുള്ളിച്ചാട്ടങ്ങൾ പാടില്ല. അച്ഛൻ പറഞ്ഞു തുള്ളിച്ചാട്ടങ്ങൾ പാടില്ല. അതായത് ദേശത്തിന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ തിരുനാൾ നടത്തുന്നത്. അതിന്റെ വികാരിച്ച് പറഞ്ഞൊരു കാര്യമില്ല, ഞാന് തിരുനാളിന്റെ തലേദിവസം മുതൽ ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കുക. ശനിയാഴ്ച മുതൽ ഈ പാവം വികാരി, അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ഈ പാവം വികാരിച്ച് ഉപവസിച്ച് ചൊവ്വാഴ്ച രാവിലെ വരെ പച്ചവെള്ളം മാത്രം കുടിക്കുന്നുള്ളൂ. എന്തിനു വേണ്ടി അറിയും? ഇടവകക്കാരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ വികാരിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ഉപവാസം എടുത്തിട്ട് പച്ചവെള്ളം മാത്രം കുടിച്ച് ചൊവ്വാഴ്ച രാവിലെ വരെ. എന്തിനു വേണ്ടി? ഇടവക ജലത്തിന്റെ വിശുദ്ധീകരണത്തിന്, ആ ദേശത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇടവകാലം എന്ത് ചെയ്യാൻ പോണേ? ഇടവകാലം ചെയ്യാൻ പോണേ ഈ ബേസിന്റെ മുന്നിൽ നിന്ന് തുള്ളിച്ചാടും. പക്ഷെ ഈ വികാരിച്ചിന്റെ ഉപവാസ പ്രാർത്ഥനയിലൂടെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ ഇടവകയിൽ എന്തായിരുന്നു ചെയ്യുന്നത്. കാരണം അതിന്റെ നേതാവായ വികാരിച്ചൻ ഇത്രമാത്രം ഉപവസിച്ച് ത്യാഗം എടുത്തുകൊണ്ട് ആ ഇടവക ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ അരുട്ടി, ആഡംബരത്തിന്റെയും തുള്ളിച്ചാടലിന്റെയും അരുട്ടി അവിടെ നിന്ന് കിട്ടുന്നു. പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ആ ദേവാലയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ദൈവം വിളിച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് ദൈവത്തിന്റെ അനന്തമായ സേവനമാണ്. കർത്താവിന്റെ അനന്ത പദ്ധതിയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. കർത്താവ് അത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നു. ദൈവരാജ്യം ഇവിടെ വചനത്തെ പറയുന്നത്, വചനത്തിൽ വളരെ സത്യസന്ധമായി പറഞ്ഞിരിക്കുന്ന കാര്യം, വഴിക്കവലകളുള്ളവരും തെരുവാലയ ബസ് സ്റ്റാൻഡിൽ എടുക്കുന്നവരും റെയിൽവേ സ്റ്റേഷനിൽ എടുക്കുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാത്ത പറയുന്നത്. ക്ഷണിക്കപ്പെട്ടവരെ ആരും വന്നില്ല എന്ന് പറയുന്നത്. വന്നില്ല എന്ന് മാത്രമല്ല, ഇനി അവരോട് വരാൻ പറയാൻ ചെന്ന വൃത്തിമാരെ കൊണ്ട് കൊന്നു കളയുന്നത്, അവരെ അവമാനിച്ചു വിടാം. നമ്മൾ പറയില്ലേ, ഇപ്പൊ നമ്മളിപ്പോ ചെന്നിട്ട് ഇപ്പൊ ജീവിത മേഖലയാണ്, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കണം പറയുമ്പോ അടിയിട്ട് നമുക്കിപ്പോ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഒരു 10 ദിവസം ഇവിടെ വന്ന്, അല്ലെങ്കിൽ 8 ദിവസം നിങ്ങൾക്ക് ഇവിടെ വന്ന്, ഒരു 8 മുഴുവൻ ദിവസവും ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ കുറിച്ച് അറിയാനും നിങ്ങളെ ദൈവം വിളിച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരുണയും സ്നേഹവും നമ്മൾ നോക്കുമ്പോൾ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ദുരിതങ്ങളെല്ലാം എനിക്ക് ഉപകാരമാണ്. എല്ലാ ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ ദുരന്തങ്ങളും ഇനി
എനിക്ക് ഉപകാരമാകാൻ പോകുക. കാരണം ഏറ്റവും ശ്രേഷ്ഠമായത് എനിക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് ലഭിക്കുന്നത് ഓർത്ത് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടതൊക്കെ വളരെ നിസ്സാരങ്ങളായിട്ട് പോകും. ക്രിസ്തുവിനെ എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും നഷ്ടപ്പെട്ടതൊക്കെ ഉച്ഛിഷ്ടങ്ങളായിരിക്കും. അവരാരും എൻ്റെ കൂടെ വരും. ഒരു ദിവസം ഞാൻ തന്നെയാണ് പോകുന്നത്. അത് കുറച്ച് നേരത്തെ എല്ലാവരും വിട്ടിട്ട് പോയി വിചാരിച്ചാൽ മതി കേട്ടാ. കുറച്ച് മുൻപേ എല്ലാവരും വിട്ടിട്ട് പോയി, അത്രേ ഉള്ളൂ. ഒരു ദിവസം ഞാൻ തന്നെയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടക്കയാത്ര ഉള്ളത്. ആരും എൻ്റെ കൂടെ വരാൻ പോകുന്നത് പണ്ടത്തെ സമ്പ്രദായങ്ങൾക്ക് ഇല്ല. കാരണം ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ തീർച്ചയായും മരിക്കുന്ന പരിപാടിയൊന്നും ഇപ്പില്ല. അതുകൊണ്ട് ഭർത്താവ് മരിച്ചാൽ ഭർത്താവ് തന്നെ പോകും ദൈവം, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയവരോ അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചവരെയോ എന്തുമായിക്കോട്ടെ, എന്ത് കാരണം കൊണ്ടായാലും കൂട്ടിച്ചേർക്കാൻ പറ്റുന്നതാണെങ്കിൽ ദൈവസേനയിൽ കൂട്ടിച്ചേർക്കുക. ഇനി സാധിക്കാത്തതാണെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് ഓവർ വിഷമിച്ച് വലീടായിട്ട് നിങ്ങൾ ഇരിക്കുന്ന ദൈവത്തിന് കൊടുക്കല്ല. അതൊരു ദൈവത്തെ മുറുകെ പിടിക്കാൻ ദൈവം അതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും. കർത്താവ് ഈ പരസ്യജീവിതം, കർത്താവിന്റെ പരസ്യജീവിതം നോക്കി കഴിഞ്ഞാല് ഇതുപോലെ വഴി കവലകളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈശോയ്ക്ക് ഇതറിയാം വളരെ വ്യക്തമായിട്ട്. അന്ന് ഈശോ അടിച്ചത് ഫരിസായിട്ടൊക്കെ അടിച്ചത്, വലിയ നിയമങ്ങളൊക്കെ അറിയാവുന്ന അവരൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അവരൊക്കെ ഭയങ്കര നിയമപ്രമാണങ്ങളൊക്കെ പഠിപ്പിക്കും. പക്ഷെ ജീവിതത്തില് അവർക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. അതായിരുന്നു ഈശോയുടെ വേദന. അവര് പറയുന്നു പക്ഷെ പ്രവർത്തിക്കുന്നു. പ്രവൃത്തി വേറൊരു തരത്തിൽ. അപ്പൊ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരിലൂടെയാണ് കർത്താവിന്ന് സഭയെ പിടിച്ചു നിർത്തുന്നത്, ഈ ലോകത്തെ തന്നെ പിടിച്ചു നിർത്തുന്നത്. കർത്താവിന്റെ ഒരുപാട് വൈദികരും സന്യസ്തരും ആത്മാവിലും കുടുംബങ്ങളെല്ലാം കർത്താവിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ ഒരുപാട് വൈദികരും സന്യസ്തരും കുടുംബങ്ങളുള്ളത് കൊണ്ടാണ് ഇന്നും ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ സോദോം ഗൊമോറ പോലെ ദൈവം തന്നെ ദൂതന്മാരെ അയച്ച് ഈ ലോകത്തെ എല്ലാം നശിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. അത്രമാത്രം തിന്മ ഈ ലോകത്തിൽ പെരുകി. ലോകത്തിൽ പെരുകി, നമ്മുടെ വീടുകളിൽ പെരുകി, വ്യക്തികളിൽ പെരുകി. പക്ഷെ തിന്മയാണെന്ന് പോലും എന്താ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. തിന്മ ചെയ്താൽ പോലും തിന്മയല്ലാത്ത രീതിയിലാണ് നമ്മുടെ ജീവിത ശൈലി തന്നെ. അങ്ങനെയായി മാറിപ്പോയി. എന്താ പറയുന്നത്, തിന്മയെ നന്മയാണെന്ന് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു വലിയ തിന്മയെ പോലും എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരും ചെയ്തത് നന്മയാണ്. അങ്ങനെയായിപ്പോയി. എല്ലാവരും ചെയ്താൽ എനിക്ക് ചെയ്യാം, അങ്ങനെയായിപ്പോയി. അങ്ങനെയല്ല. നമുക്ക് എന്ത് ചെയ്യണം? ദൈവവചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാനും അങ്ങനെ ജീവിക്കാനും നമ്മൾ പരിശ്രമിക്കണം. ക്രിസ്തുവിന്റെ കൃപയാണ്, പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോൾ വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ ഏറ്റവും കൂടുതൽ വചനം വായിച്ച് വിഷമിപ്പിച്ച ഒരു കാര്യം ഇതാണ്. കാരണം കർത്താവ് പറയാ, ക്ഷണിക്കപ്പെട്ടവര് വരാത്തത് കൊണ്ട് ആ ദേശത്തെ തന്നെ സൈന്യത്തെ വിട്ട് നശിപ്പിക്കുക. ക്ഷണിക്കപ്പെട്ടവര് വരാത്തതുകൊണ്ട്. അപ്പോ ഒന്ന് ആലോചിച്ച് നമ്മൾ പലവിധ കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പലവിധ കാരണങ്ങൾ പറയുന്നത് ഈ കാരണങ്ങളൊക്കെ ന്യായമായ കാരണങ്ങളല്ലേ. എന്റെ വിവാഹം കഴിക്കുള്ളൂ, എനിക്ക് എന്റെ ഭാര്യയുമായിട്ട് ജീവിക്കണ്ടേ. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? എനിക്ക് വയലുണ്ട്, എനിക്ക് വയലിൽ ജോലിയുണ്ട്, അതുകൊണ്ട് എനിക്ക് സമയമില്ല വരാൻ. എന്താ തെറ്റുള്ളത്? അപ്പൊ ദൈവമാണ് തെറ്റുകാരൻ, ഈശോയാണ് തെറ്റുകാരൻ. അവര് വരാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നേ? സൈന്യത്തെ അയച്ച് അവരെല്ലാം നശിപ്പിച്ചു. അപ്പൊ നമ്മുടെ സന്നിധിയിൽ വലിയ ന്യായങ്ങളാണെന്ന് തോന്നിയാലും, എനിക്ക് തോന്നിയതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തോന്നിയാലും, ഈശോയ്ക്ക് പ്രധാനപ്പെട്ടതാണോ എന്നുള്ളത് വലിയൊരു പ്രശ്നമില്ല. അപ്പൊ അത് ഈശോ വിളിച്ചു കഴിഞ്ഞാൽ അതിനാണ് പ്രധാനം. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി. ഈശോ എന്നെ വിളിച്ചാൽ, ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി എന്നെ വിളിച്ചാൽ മറ്റുള്ളതൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റും. ക്രിസ്തുവിലൂടെയുള്ള ജീവിതം പിന്നെ നയിക്കാവും. ജീവിത വ്യഗ്രത കൊണ്ട് ഈശോയുടെ അടുത്തേക്ക് ഓടി വരുന്നവരാകരുത് നമ്മള്. അതൊരു ജീവിത വ്യഗ്രത തന്നെയാണ്. കാരണം എന്റെ വീട്ടിലെ ഒരു സംഭവം നടക്കാൻ വേണ്ടി
ഞാൻ മാറി മാറി നടക്കുന്നു, മാറി മാറി ദേവാലയങ്ങളിൽ പോകുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈശോയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ വലിയ സ്ഥാനങ്ങളൊന്നും തന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നടന്ന കൺവെൻഷനുകൾ ഏത് ജില്ലയിലെ നടക്കട്ടെ, ഏത് ഇടവകളെ നടക്കട്ടെ, എന്നിട്ട് എത്ര സുവിശേഷ പ്രഘോഷകരെ കിട്ടി നോക്കി, എത്ര സന്യസ്തരുണ്ട്, എത്ര ദൈവവിളികളുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ദൈവവിളി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനാൽ തന്നെ എന്താണ് അർത്ഥം? ഇതിനു വേണ്ടി വരുന്നത് അപ്പം ഭക്ഷിച്ച് തൃപ്തരാകാൻ വേണ്ടി തന്നെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആയിരിക്കും. എനിക്കറിയാം നിങ്ങൾ അങ്ങനെ വന്നവരല്ല. കാരണം നമുക്കെല്ലാം നഷ്ടപ്പെട്ടവരല്ലേ. നമുക്ക് എന്താ അർത്ഥം? ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകും. നിങ്ങൾക്ക് അത് പരിശീലിച്ചിട്ടില്ലേ? നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിക്കാതെ അല്ലേ? നീ 2 നേരം ഭക്ഷണം കഴിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകും അല്ലേ? ഒരു വിഷമമില്ല. കാരണം നമ്മൾ അഭ്യസിക്കുന്നത്. ഇനി റോഡ് സൈഡിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല, ബസ് സ്റ്റാൻഡിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല. എല്ലാം നമ്മൾ അഭ്യസിച്ചിട്ടില്ലേ? അല്ലേ? അതെ, പൊതുവേടി കൂടുതൽ കൊള്ളുന്ന മാത്രമല്ല. അപ്പോ എല്ലാ രീതിയിലും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ഇടമുണ്ടാകും. കാരണം പരിശുദ്ധ അമ്മ ഗർഭിണിയായിരിക്കെ, അതായത് തന്റെ പുത്രന് ജന്മം കൊടുക്കാൻ വേണ്ടി സത്രം അന്വേഷിച്ചാണ് നടന്നത്. ഒരു സത്രം അമ്മയ്ക്ക് കിട്ടിയില്ല, വിശ്വാസത്തിലാണ് ഒരു സത്രം കിട്ടിയില്ല. അങ്ങനെയാണ് വിശുദ്ധ പരിശുദ്ധ അമ്മയെ കൊണ്ട് തൊഴുത്തിലേക്ക് പോയിട്ട് അവിടെ പ്രസവിക്കുന്നത് അവിടെയാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെയും ഒരു ഇടം കിട്ടിയില്ലെങ്കിലും ക്രിസ്തുവിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഇടമുണ്ട് കേട്ടാ. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇടമില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സർവശക്തനായ ഈശോയുടെ ഹൃദയത്തിൽ ആർക്കാരുണ്ട്? നമുക്ക് ഓരോരുത്തർക്കും കേട്ടാ. ഈശോയാണ് എൻ്റെ അപ്പൻ. എനിക്ക് ജന്മം നൽകാൻ ഈ ഭൂമിയിൽ മാതാപിതാക്കന്മാർ നിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എൻ്റെ അപ്പൻ എന്ന് പറയുന്ന ഈശോ, ആ അപ്പന്റെ ഹൃദയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്? ഇടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ച് സങ്കടപ്പെടേണ്ട. ക്രിസ്തുവിൽ അഭയം പ്രാപിക്കാൻ, ആ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ? ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാൻ നമ്മെ തന്നെ അങ്ങ് വിട്ടുകൊടുത്താൽ മതി. ഞാൻ ചില സമയത്തെ സ്നേഹിക്കാൻ കൊതിക്കും. അതായത് ഇപ്പോ കുഞ്ഞിനെ, ഇപ്പോ കൊച്ച് ഓടി നടക്കുമ്പോ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാൻ, കൊച്ചിനെ ഇപ്പോ എന്റെ കുഞ്ഞറിയാം മോള് ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് കൂടെ വരാൻ പറയും. കൂടെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ കൊടുത്ത് കുറെ സ്നേഹിക്കാറുണ്ട്. അപ്പൊ സ്നേഹിക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു തൃപ്തിയായി. അപ്പൊ കുഞ്ഞിന്റെ ഒരു റോൾ എന്താണ്? അപ്പന്റെ അടുത്തേക്ക് വരിക എന്നുള്ളതാണ്. അപ്പന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പൻ ആവോളം സ്നേഹം കൊടുക്കാൻ എല്ലാം കൊടുക്കും അപ്പൻ അല്ലെ? സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ആവശ്യമായതെല്ലാം അതിലൂടെ നൽകപ്പെടും എന്ന് പറയുന്ന പോലെ അപ്പന്റെ സന്നിധിയിലേക്ക് നമ്മൾ വരിക. അപ്പൻ വൃത്തിന്മാരെ അയച്ചു തന്നെയാണ് തന്റെ സന്നിധി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം മുഴുവനും അപ്പന് കൊടുക്കുക. സ്നേഹിക്കപ്പെടാൻ അനുവദിക്കാൻ, അതായത് കൊച്ചുത്രേശ്യം എനിക്ക് തോന്നുന്നു പറയുന്നത്, അതായത് സ്നേഹിക്കപ്പെടാൻ, അതായത് ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെടാൻ വേണ്ടി നമ്മെ തന്നെ വിട്ടുപിടിക്കുക. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മെ കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഈശോ ചെയ്യും. സ്നേഹം കൊണ്ട് ഞാൻ നിറയും. സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും മനുഷ്യന് ആഗ്രഹമുണ്ട്. സ്നേഹിക്കപ്പെടാൻ മാത്രമല്ല ഒരു മനുഷ്യന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണോ? നമുക്ക് സ്നേഹിക്കണമെന്നില്ലേ? ഇല്ലേ? സ്നേഹിക്കണമെന്നില്ലേ? നിങ്ങൾക്ക് സ്നേഹത്തിന്റെ ചില തലവടലുകൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നില്ലേ? എല്ലാ മനുഷ്യർക്കും ഉണ്ടത്. സ്നേഹിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല, സ്നേഹിക്കാനും അവൻ ആഗ്രഹിക്കുന്നു. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ സ്നേഹിക്കാൻ. ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഈശോയ്ക്ക് എന്നെ സ്നേഹിക്കുന്ന ആഗ്രഹമുണ്ടെന്ന്, എനിക്കൊരു ചുംബനം തരണമെന്നും എന്നെ മാറോട് ചേർത്ത് പിടിക്കണമെന്നും എല്ലാം ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈശോയുടെ അടുത്തേക്ക് ചെന്ന് എന്നെ വിട്ടുകൊടുക്കുക ഈശോ. അപ്പൊ ഈശോ സ്നേഹിക്കും.
കണ്ടോ? സ്നേഹിക്കാൻ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിലെല്ലാം ഈശോയ്ക്ക് സ്നേഹിക്കാൻ വേണ്ടി നമ്മെ തന്നെ വിട്ടു. അവന്റെ സ്നേഹം മുഴുവനും എന്നിൽ വന്നു തന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.